വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ മിസ്സിന്റെ മക്കൾ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് തന്നെ LSS എക്സാം എഴുതി കാണും അല്ലെ? നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്നൊക്കെ നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും തകർത്തെഴുതി എന്ന് തന്നെ മിസ് വിശ്വസിക്കുന്നു. അപ്പൊ അടിപൊളിയായി നന്നായി പഠിച്ച എന്റെ മക്കൾക്ക് എല്ലാവർക്കും മിസ്സിന്റെ വക കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഓൾറെഡി റിസൾട്ട് ഒക്കെ വരുമ്പോ നിങ്ങൾ എന്തായാലും LSS നേടുമെന്ന് മിസ്സിന് അറിയാം. ഓക്കെ, അപ്പൊ LSS ഭംഗിയായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ല പരീക്ഷയാണ് അല്ലെ? നിങ്ങൾക്കറിയാം, ഈ കൊല്ല പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ ഇനി 5ാം ക്ലാസ്സിലേക്കാണ് എത്താൻ പോകുന്നത്. ഇത്ര കാലം നിങ്ങൾ എല്ലാവരും LP കുട്ടികളാണ്, കുഞ്ഞു മക്കളാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി 5ലെത്തുമ്പോ അതായിരിക്കത്തില്ല അല്ലെ അവസ്ഥ. അപ്പോ നന്നായിട്ട് ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇനി ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ UP പോകുന്ന സമയത്ത് എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് EVS അവസാന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് മിസ് വന്നിരിക്കുന്നത്. നാടിനെ അറിയാൻ അല്ലെ, നോ യുവർ ലാൻഡ് എന്നുള്ള ചാപ്റ്ററിൽ എപ്പോഴും ഇത് പറയുമ്പോൾ അല്ലെ, നമ്മൾ നോ യുവർ ലാൻഡ് എന്നതിനേക്കാൾ നോ അവർ ലാൻഡ് എന്ന് മനസ്സിലാക്കി പഠിക്കണമെന്ന് മിസ് എപ്പോഴും പറയാറുണ്ട് അല്ലെ. അപ്പൊ നോ യുവർ ലാൻഡ് എന്നുള്ള ചാപ്റ്ററിലെ ഇലക്ഷൻ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം അല്ലെ? തിരഞ്ഞെടുപ്പാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ നാട്ടില് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കുറെ ബോർഡൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഇപ്പൊ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇലക്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. എന്താ ഈ ജനാധിപത്യ രാജ്യം അഥവാ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആളുകളെ അല്ലെ, ഇവിടെ നമ്മളെ ഭരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അല്ലെ. ഇവിടെ ആർക്കും പ്രത്യേകമായിട്ട് നിങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ അല്ലെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ യാതൊരു നിയമങ്ങളും ഇവിടെ ഇല്ല അല്ലെ. ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ നിശ്ചിത പ്രായപരിധി ആവണം. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു നിശ്ചിത പ്രായമാവണം. ഇപ്പൊ വോട്ട് ചെയ്യാൻ എത്ര വയസ്സാവണമെന്ന് മക്കൾക്ക് അറിയാമല്ലോ. എത്ര വയസ്സാണ് ആവേണ്ടത്? 18 വയസ്സ് അല്ലെ. 18 വയസ്സാവണം. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം അല്ലെ. നിങ്ങൾ അതിന് ഉയർന്ന ജാതി ആവണമെന്നില്ല, നിങ്ങൾക്ക് ഉയർന്ന പൈസ ഉണ്ടാവണമെന്നില്ല അല്ലെ. നിങ്ങൾ ഇന്ത്യയിലെ ഒരു 18 വയസ്സ് തികഞ്ഞ പൗരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ നടക്കാറില്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് അല്ലെ, പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ വോട്ട് നടത്താറുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള പ്രധാനമന്ത്രിയെയും ബാക്കി MP അല്ലെ ഒക്കെ തെരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വോട്ടിംഗ് നടത്താറുണ്ട്. എല്ലാത്തിനും നമ്മൾ എന്താണ് ഉപയോഗിക്കാറ്, വോട്ടിംഗ് ആണ് ഉപയോഗിക്കാറ്. അപ്പൊ എല്ലാ ആളുകളെയും തിരഞ്ഞെടുക്കാൻ എന്താണ് അല്ലെ, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഏതൊരാളെ തിരഞ്ഞെടുക്കാനും നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് പൊതു തിരഞ്ഞെടുപ്പാണ് അല്ലെ. പൊതു തിരഞ്ഞെടുപ്പാണ്. നമുക്ക് എന്തുണ്ട്, വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളുണ്ട് അല്ലെ, വോട്ടർ മെഷീൻ ഉണ്ട്. ഈ വോട്ടർ മെഷീനിൽ എന്ത് ചെയ്യും, 18 വയസ്സായ ആളുകള് അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ അവരെന്ത് ചെയ്യും, വിജയിപ്പിച്ച് അല്ലെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുന്നതായിരിക്കും. ഇതാണ് തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഈ കാണുന്നതാണ് വോട്ടർ മെഷീൻ എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയുടെ പേരും അവരുടെ ചിഹ്നങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ. അപ്പൊ നാട്ടിലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും അവിടുത്തെ പ്രതിനിധികളെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് വോട്ടിങ്ങിലൂടെയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പ്രധാനമന്ത്രിയെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ നേരിട്ട് തെരഞ്ഞെടുക്കുക അല്ല അല്ലെ, പകരം നമ്മൾ MP തിരഞ്ഞെടുക്കും അല്ലെ. MP തിരഞ്ഞെടുക്കും. ഈ MP അവരുടെ നേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ? ഡൗട്ടുകളൊന്നുമില്ലല്ലോ? ഓക്കെ, യെസ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പഞ്ചായത്തിന്റെ
ഔദ്യോഗികമായിട്ടുള്ള തലവൻ ആരാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. പഞ്ചായത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോർപ്പറേഷന്റെ തലവൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇതേപോലെ തന്നെ വേറെ ആരെന്ന് ചോദിക്കാറുണ്ട്? യെസ്, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തലവൻ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട് അല്ലെ. സോ നോക്കിക്കേ നിങ്ങൾ, ഗ്രാമപഞ്ചായത്തിന്റെ തലവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. മുനിസിപ്പൽ ചെയർമാൻ ആണ് മുനിസിപ്പാലിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേഷന്റെ തലവനാണ് മേയർ അല്ലെ. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ മറക്കരുത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കോർപ്പറേഷൻ എന്ന് പറയുന്നത് വലിയ നഗരങ്ങളിലായിരിക്കും അല്ലെ. ഇപ്പൊ കൊച്ചി, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ വലിയ നഗരങ്ങളിലായിരിക്കും കോർപ്പറേഷൻ ഉണ്ടാവുക. അതിനേക്കാൾ തൊട്ടു താഴെയുള്ള നഗരപ്രദേശങ്ങളിലാണ് മുനിസിപ്പാലിറ്റി ഉണ്ടാവുക. ഗ്രാമങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടെ മക്കളെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായില്ലേ? ഓക്കെ, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ മക്കളെ, ടാറ്റാ.